എളുപ്പത്തിൽ നമുക്കൊരു വെജിറ്റബിൾ സമൂസ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള, 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, 4 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരു വെജിറ്റബിൾ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പച്ചമുളകും ഒന്നതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് കേട്ടോ പച്ചമുളക്. ഇതിപ്പോൾ മെയിനായിട്ട് എരിവ് പച്ചമുളകിൻ്റെ തന്നെയാണ്. പിന്നെ കുറച്ച് നമ്മൾ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കും. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് തന്നെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്റ്റെപ്പായിട്ട് വഴറ്റിയൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. അതാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണതല്ല. പക്ഷേ ഇപ്പൊന്നും എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. സവാളയും നമുക്ക് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉരുളക്കിഴങ്ങിന് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ക്യാരറ്റും അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ഒക്കെ ചേർത്തെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ഒരു കപ്പിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആൾ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ എടുക്കാം. ഇനി നമുക്കിതിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം അങ്ങനെയും നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്നും കൂടി എളുപ്പമാണെന്ന് മാത്രം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരണം. ഞാനിത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണത് ഒന്ന് വെന്ത് വരട്ടെ ആദ്യം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ്സ് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ സമൂസ ഷീറ്റാണ് കേട്ടോ എടുക്കണത്. ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ എങ്ങനെയാണ് സമൂസ ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നുള്ളൊരു കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഫ്രോസൺ സമൂസ ഷീറ്റ് നമുക്ക് കുറച്ച് സമയം പുറത്ത് വയ്ക്കാം ഫ്രീസറിൽ നിന്ന്. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എത്ര ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അത്ര തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഈ ഒരു ഭാഗം കോർണേഴ്സൊക്കെ ക്ലോസ് ആയിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫില്ലിങ്സൊക്കെ പുറത്തോട്ട് പോവും. വലിച്ചത് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു എൻഡിൽ കുറച്ച് മൈദ ഒന്ന്
ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് ഇതുപോലെ എടുക്കാം, അത് ഇതുപോലെ എടുക്കാം. അതിനുശേഷം ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വീണ്ടും ഫോൾഡ് ചെയ്യാം. പിന്നെ മൈദയുടെ ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇനി സമൂസ നമുക്ക് വറുത്തെടുക്കാം. പാനിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സമൂസ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ സമൂസ കണ്ടോ, രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി, നമുക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ സമൂസയും റെഡി ആക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സമൂസ എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.